ദിലീപിന്റെ സഹോദരി സബിതയിൽ നിന്ന് മൊഴിയെടുക്കും. പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് ലഭിച്ച ശേഷം അപ്പുണ്ണി വിളിച്ചത് സബിതയെന്നാണ് വിലയിരുത്തൽ. സബിതയുടെ ഫോണിൽ നിന്ന് സംസാരിച്ചത് ദിലീപാണെന്നും സംശയമുണ്ട്. ഇത് സ്ഥിരീകരിക്കുന്നതിനാണ് പോലീസ് സബിതയുടെ മൊഴി ശേഖരിക്കുന്നത്. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, കേസിൽ മറ്റൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? പ്രവീൺ, ദിലീപാണ് അപ്പുണ്ണിയുടെ ഫോണിൽ നിന്നും മറ്റും സംസാരിച്ചത് എന്നാണ് അപ്പുണ്ണി സംസാരിക്കുന്നത്. താൻ സംസാരിക്കുമ്പോൾ, അതായത് പൾസർ സുനിയുമായി സംസാരിക്കുമ്പോഴെല്ലാം ദിലീപ് അടുത്തുണ്ടായിരുന്നു എന്നാണ് നേരത്തെ അപ്പുണ്ണി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് വീണ്ടും പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് സബിതയുടെ ഫോണിൽ നിന്ന് സംസാരിച്ചത് ദിലീപ് തന്നെയായിരുന്നു എന്നത് സ്ഥിരീകരിക്കുന്ന ഒരു വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് സബിതയിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്ത്, അതായത് ഭീഷണി കത്ത് എന്ന് പറയുന്ന കത്ത് അപ്പുണ്ണിക്ക് വിഷ്ണു ഏലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കൈമാറിയത്. ഇത് ഏലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ കത്ത് ലഭിച്ചതിനെ തുടർന്ന് അപ്പുണ്ണി വിളിച്ചിരിക്കുന്നത് ദിലീപിന്റെ സഹോദരിയായ സബിതയുടെ ഫോണിലേക്കാണ്. ഇത് ദിലീപാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ദിലീപാണ് എന്ന രീതിയിലുള്ള മൊഴിയാണ് അപ്പുണ്ണിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സബിതയുടെ മൊഴി എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സബിതയുടെ മൊഴി സബിതയുടെ വീട്ടിലെത്തിയായിരിക്കും പോലീസ് എടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങൾക്കകം തന്നെ ഈ മൊഴി രേഖപ്പെടുത്തും. അതായത് ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ, ശക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് പ്രവീൺ. അതായത് ദിലീപിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരാൻ സാധിക്കും എന്ന് പോലീസ് കരുതുകയാണ്. ഈ സഹോദരിയുടെ ഫോണിൽ നിന്ന് ദിലീപ് തന്നെ സംസാരിക്കുന്നു. അതായത് വളരെ കൃത്യമായി ഗൂഢാലോചന ദിലീപ് നേരിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നതിലേക്ക് പോലീസ് കുറെ കൂടി അടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഹൈക്കോടതിയിലേക്ക് വീണ്ടും ജാമ്യാപേക്ഷയുമായി നീങ്ങാൻ ദിലീപ് ശ്രമിക്കുന്നു എന്ന വാർത്ത കൂടി ഇന്ന് അല്പം മുമ്പ് നമ്മൾ നൽകിയിരുന്നതാണ്. തീർച്ചയായും പ്രവീൺ, ആ രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കൂടുതൽ തെളിവുകൾ, അതായത് ഗൂഢാലോചന കേസായതിനാൽ ദിലീപിനെതിരെ ഒരു ഡയറക്റ്റ് എവിഡൻസ് പോലീസിന് ലഭിച്ചിട്ടില്ല. മാല പോലെ കോർത്തുകൊണ്ട് തെളിവുകൾ കോർത്തു വെച്ചുകൊണ്ട് ദിലീപിനെ കുരുക്കുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് അപ്പുണ്ണിയുടെ മൊഴിയാണ്. അപ്പുണ്ണി നേരത്തെ തന്നെ പറഞ്ഞത് പൾസർ സുനി ജയിലിൽ നിന്നും മറ്റും ഫോൺ വിളിക്കുമ്പോൾ എല്ലാം തന്റെ കൂടെ ദിലീപ് ഉണ്ടായിരുന്നു. ദിലീപിനോട് പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താൻ പറഞ്ഞിരുന്നു. എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല. പൾസർ സുനിയെ നേരത്തെ ദിലീപിന് ബന്ധമുണ്ടെന്നോ കൂടുതൽ അടുപ്പമുണ്ടെന്നോ എന്ന കാര്യങ്ങളൊന്നും അപ്പുണ്ണി പറയുകയുണ്ടായിട്ടില്ല. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ്, വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ, ദിലീപിന്റെ അടുത്ത ബന്ധു അല്ലെങ്കിൽ ദിലീപിന്റെ സഹോദരിയിൽ നിന്ന് തന്നെ മൊഴിയെടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതായത് ഇതിൽ പറയുന്നത് അപ്പുണ്ണി വിളിച്ചത് സബിതയെയാണ് എന്നാണ്. ഏറ്റവും നിർണായകമായ, ഈ കേസിലെ ഏറ്റവും നിർണായകമായ കത്ത്, ഈ കത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ഗൂഢാലോചന സംബന്ധിച്ച് കേസ് വീണ്ടും ചർച്ചയാവുന്നത്. ദിലീപിലേക്ക് ഈ കേസ് എത്തുന്നതും ഈ കത്ത് പുറത്തു വന്നതോടുകൂടിയാണ്. ഈ കത്ത് ഏലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് വിഷ്ണു കൈമാറിയതിനു ശേഷം ഏറ്റവും ആദ്യം അപ്പുണ്ണി വിളിച്ചിരിക്കുന്നത് സബിതയുടെ നമ്പറിലേക്കാണ്. ഈ സബിതയെ വിളിച്ചത്, സബിതയുമായി സംസാരിച്ചത് ദിലീപാണ് എന്നാണ് അപ്പുണ്ണിയുടെ മൊഴിയുള്ളത്. അത് സ്ഥിരീകരിക്കുന്നത്